നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായി? ചെയ്തിട്ടുണ്ട് മാഡം. കൃത്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണോ ചെയ്തത്? അതെ മാഡം. ബ്രേക്ക് ലിവർ ലൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ചു നേരത്തേക്ക് വണ്ടിക്ക് ഒരു കുഴപ്പമില്ലാന്ന് തോന്നുമെങ്കിലും അത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വണ്ടിയുടെ ബ്രേക്ക് പോവും. അത് മതി. ഗിരിയേട്ടന്റെ വണ്ടിയാണെന്ന് മാഡം പറഞ്ഞില്ലായിരുന്നല്ലോ. അത് മാഡം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഗിരിയേട്ടന്റെ കയ്യിൽ എന്നെ കിട്ടിയാ പിന്നെ വെച്ചേക്കില്ല. എന്നാ പിന്നെ ഗിരിയുടെ കയ്യിൽ പെടാതിരിക്കാനുള്ള വഴി താൻ നോക്ക്. താൻ തെളിവൊന്നും ബാക്കി വെച്ചിട്ടില്ലല്ലോ? ഇല്ല മാഡം. അപ്പൊ പിന്നെ ഇതൊരു സാധാരണ അപകടം മാത്രമല്ലേ? ആരെന്ത് അന്വേഷിക്കാനാ? താൻ പേടിക്കണ്ട. തന്റെ ജോലി താൻ ഭംഗിയായിട്ട് ചെയ്തെങ്കിൽ തന്നെ ഞാൻ സംരക്ഷിച്ചോളാം. എന്നാലും കുറച്ച് കാശും കൂടി തന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം, എന്റെ ഒരു സന്തോഷത്തിന്. എന്നാ ചെല്ല. നീ ഇപ്പൊ എക്സ്പെർട്ടായി കേട്ടോ. എന്തു പറ്റി? ബ്രേക്ക് ബാക്കി ചെയ്യുന്നില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഗിരീട്ട വണ്ടിക്ക് ബ്രേക്കില്ല. മഞ്ജു, ആക്സിലേറ്റർ കുറയ്ക്ക്. മഞ്ജു, ആക്സിലേറ്റർ കുറയ്ക്ക്. മഞ്ജു, ഗിയർ കുറയ്ക്ക്. മഞ്ജു, ഗിയർ കുറയ്ക്ക്. മഞ്ജു, മഞ്ജു, വണ്ടി കാറ് മുന്നിൽ തട്ടിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഗിരീന് എന്തെങ്കിലും പറ്റിയോ? ചോര? സാരമില്ല, കുഴപ്പമില്ലെന്നേ. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഞാൻ മെക്കാനിക്കിനെ വിളിച്ച വണ്ടി ഇവിടെ നിന്ന് എടുക്കാൻ പറയാം. പേടിക്കണ്ട, ആരും ഒന്നും ചോദിച്ചില്ലെങ്കിൽ ഒന്നും പറയാൻ നിൽക്കണ്ട.
നീ നേരെ മുറിയിലേക്ക് പോവാൻ നോക്കിക്കോ. വാ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു വണ്ടി ഓടിച്ചിട്ട്? മോനെ ഗിരി, എന്താടാ വൈകിയത്? നല്ല ബ്ലോക്ക് ആയിരുന്നു. അല്ല മോനെ, വണ്ടി എവിടെ പോയി? അതിന് ചെറിയൊരു കംപ്ലൈന്റ്, അതുകൊണ്ട് റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുക. ഗിരീടിന്റെ കൈക്കെന്ത് പറ്റി? നോക്കട്ടെ. കാര്യമായിട്ടൊന്നും ഇല്ലമ്മേ, ജസ്റ്റ് ഒന്ന്. സത്യം പറ മോനെ, വണ്ടി ഇടിച്ചു അല്ലേ? മഞ്ജു ആയിരിക്കല്ലോ ഓടിച്ചത്. അയ്യോ, ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയോ? അവൾക്ക് എന്ത് പറ്റാനാ? പറ്റാനുള്ളതെല്ലാം ഗിരിയേട്ട് പറ്റിയില്ലേ? ഭാര്യയോടുള്ള ഓവർ സ്നേഹം കാണിക്കല് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇങ്ങനെ വല്ലതും നടക്കുമെന്ന്. ഓവർ സ്നേഹോ? ഇനി എന്റെ ഭാര്യയോട് ഞാൻ കാണിക്കേണ്ട സ്നേഹത്തിന്റെ കൃത്യ അളവ് എത്രയാണെന്ന് നീ എന്നെ പഠിപ്പിക്കോ? ഇതൊക്കെ സൂക്ഷിക്കണ്ടേ മോളെ? ഇവൻ ഞങ്ങൾക്ക് എത്ര വിലപ്പെട്ടതാണെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഗിരിയേട്ടൻ ചേച്ചിയുടെ ഭർത്താവല്ലേ? ചേച്ചിക്കും ഗിരിയേട്ടൻ അത്ര തന്നെ വിലപ്പെട്ടതാണ് ഭാനുമതിയമ്മേ. ഇവള് വേണോന്ന് വെച്ചിട്ടാണോ അപകടം ഉണ്ടാക്കിയത്? അപകടം എന്ന് പറയുന്ന ആർക്കും സംഭവിക്കാം, എനിക്കും പറ്റാം. പക്ഷേ ഇപ്പൊ അപകടം ഉണ്ടാക്കിയത് മോനല്ലല്ലോ, മഞ്ജു അല്ലേ? ഇവക്കെ വണ്ടി ഓടിച്ച് പഠിക്കണമെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയാ പോരെ? എന്തിനാ സ്വന്തം കാർ ഓടിപ്പിച്ച് നഷ്ടം സഹിക്കുന്നേ? ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ വരരുതെന്ന്. അകത്ത് വല്ലതും പോയിരുന്നോണം. കേറി പോൻ. മോൻ എന്തിനാ കുഞ്ഞാറ്റോട് ദേഷ്യപ്പെടുന്നത്? നിന്നോടുള്ള കരുതൽ കൊണ്ടല്ലേ അവള് പറഞ്ഞത്. കുഞ്ഞാറ്റയ്ക്കുള്ള കരുതൽ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ദേഷ്യമൊക്കെ വണ്ടി ഇടിപ്പിച്ച ആളോട് കാണിക്കണം. ഞാനാണ് ഏട്ടന്റെ സ്ഥാനത്തെങ്കിൽ രണ്ടെണ്ണം കൊടുത്തേനെ. നീ എന്റെ ചേച്ചി അടിക്കൂടി. മതി, നിർത്ത്. ഈ വിഷയം ഇവിടെ കഴിഞ്ഞു. മഞ്ജു വാ. ഗിരിയേട്ടൻ മഞ്ജുവിന് കൊടുക്കുന്ന വില കണ്ടോ? ഞാൻ എങ്ങാനും ആയിരുന്നു വണ്ടി ഇടിപ്പിച്ചതെങ്കിൽ എന്റെ കഥ അതോടെ തീർന്നേനെ. അമ്മ എന്തോ ഒന്നും മിണ്ടാത്തെ? എന്ത് ചെയ്യാനാ? എല്ലാവരുടെ മുന്നിൽ നല്ലൊരു അമ്മായിയമ്മയായിട്ട് അഭിനയിക്കല്ലേ ഞാൻ. സഹിച്ചല്ലേ പറ്റൂ. ഈ അഭിനയം എത്രയും പെട്ടെന്ന് നിർത്തുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ അവൾ അമ്മയുടെ തലേ കയറി നിരങ്ങും. നീ ഡ്രസ്സ് മാറിയില്ലേ? ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നല്ലേ, ഒന്ന് ഫ്രഷ് ആയിക്കൂടെ? ഗിരിയേട്ടന്റെ കൈക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കിയതിന് റെക്കോർഡിട്ട ആളോടാ നീ സംസാരിക്കുന്നത്. ഇതൊക്കെ ഒരു വേദനയാണോ? സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അതിന് ദൈവത്തോട് നന്ദി പറയാ, അത്രേ ഉള്ളൂ.